നമസ്കാരം. PSC റാങ്ക് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള PSC നടത്തിയ ഡ്രൈവർ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഡ്രൈവർ എന്ന തസ്തികയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഇതിനു മുന്നേ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട 20ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ഡ്രൈവറുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റ് ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ 20ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കിനി നോക്കാം. 21ാമത്തെ ചോദ്യം, റോഡിന്റെ മധ്യഭാഗത്ത് ഇടവിട്ടുള്ള വെള്ളവര സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലം, ഓപ്ഷൻ ബി റോഡിന്റെ മധ്യഭാഗമാണ്, ഓപ്ഷൻ സി മുറിച്ചു കടക്കാൻ പാടില്ല, ഓപ്ഷൻ ഡി നാഷണൽ ഹൈവേ. ഉത്തരം ഓപ്ഷൻ എ ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലം. റോഡിന്റെ മധ്യഭാഗത്ത് ഇടവിട്ടുള്ള വെള്ളവര സൂചിപ്പിക്കുന്നത് ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്തെയാണ്. 22ാമത്തെ ചോദ്യം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന മോട്ടോർ വാഹന ചട്ടത്തിലെ വകുപ്പ്? ഓപ്ഷൻ എ 113, ഓപ്ഷൻ ബി 114, ഓപ്ഷൻ സി 112, ഓപ്ഷൻ ഡി 121. ഉത്തരം ഓപ്ഷൻ എ 113. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന മോട്ടോർ വാഹന ചട്ടത്തിലെ വകുപ്പ് ഓപ്ഷൻ എ 113. 23ാമത്തെ ചോദ്യം, റിവേഴ്സ് ഗിയറിൽ പോകാൻ പാടില്ലാത്ത റോഡ്? ഓപ്ഷൻ എ ആശുപത്രി, ബി വൺ വേ, സി ജംഗ്ഷൻ, ഡി നിരോധനമില്ല. ഓപ്ഷൻ ബി വൺ വേ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റിവേഴ്സ് ഗിയറിൽ പോകാൻ പാടില്ലാത്ത റോഡ് വൺ വേ. 24, മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ എ രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം 30 mg/100 ml അല്ലെങ്കിൽ അതിലധികം, ഓപ്ഷൻ ബി രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടായാൽ, ഓപ്ഷൻ സി രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം 100 mg/100 ml ഉണ്ടായാൽ, ഓപ്ഷൻ ഡി മദ്യപിച്ചാൽ. ഉത്തരം ഓപ്ഷൻ എ രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം 30 mg/100 ml അതിലധികമോ ആയാൽ. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് രക്തത്തിൽ ആൽക്കഹോളിന്റെ അംശം 30 mg/100 ml അല്ലെങ്കിൽ അതിലധികമോ ആയാലാണ്. 25ാമത്തെ ചോദ്യം, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കി പിടിക്കപ്പെട്ടാൽ ഒടുക്കാവുന്ന കുറഞ്ഞ പിഴ? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 500, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 1000. ഉത്തരം ഓപ്ഷൻ ഡി 1000 രൂപയാണ്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കി പിടിക്കപ്പെട്ടാൽ ഒടുക്കാവുന്ന കുറഞ്ഞ പിഴ 1000 രൂപ. 26ാമത്തെ ചോദ്യം, വേഗതാ നിയന്ത്രണം അനുശാസിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ്? ഓപ്ഷൻ എ 108, ഓപ്ഷൻ ബി 114, ഓപ്ഷൻ സി 112, ഓപ്ഷൻ ഡി 185. ഉത്തരം ഓപ്ഷൻ സി 112. വേഗതാ നിയന്ത്രണം അനുശാസിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഓപ്ഷൻ സി 112. 27, നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾക്ക് ഡ്രൈവറുടെ സീറ്റിന് പിന്നിൽ കിടപ്പിടം ഒരുക്കേണ്ടത്? ഓപ്ഷൻ എ എല്ലാത്തരം വാഹനങ്ങൾക്കും ആവശ്യമാണ്. ലൈറ്റ് മോട്ടോർ, മീഡിയം മോട്ടോർ, ഗുഡ്സ് വെഹിക്കിൾസ് ഒഴിവാക്കിയിട്ടുണ്ട്. 3ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. മേൽപ്പറഞ്ഞ ഒന്നും തന്നെ അല്ല. ഉത്തരം ഓപ്ഷൻ എ എല്ലാത്തരം വാഹനങ്ങൾക്കും ആവശ്യമാണ്. നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾക്ക് ഡ്രൈവറുടെ സീറ്റിന് പിന്നിൽ കിടപ്പിടം ഒരുക്കേണ്ടത് എല്ലാത്തരം വാഹനങ്ങൾക്കും ആവശ്യമാണ്. 28ാമത്തെ ചോദ്യം, വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്ക്? ഓപ്ഷൻ എ പവർ ബ്രേക്ക്, ഓപ്ഷൻ ബി പാർക്കിംഗ് ബ്രേക്ക്, ഓപ്ഷൻ സി ABS, ഓപ്ഷൻ ഡി എയർ ബ്രേക്ക്. ഉത്തരം ഓപ്ഷൻ ബി പാർക്കിംഗ് ബ്രേക്ക്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്ക് ഓപ്ഷൻ ബി പാർക്കിംഗ് ബ്രേക്ക്. 29ാമത്തെ ചോദ്യം, താഴെ എഴുതിയിട്ടുള്ള ഏതുതരം വാഹനത്തിന് ആണ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത്? ഓപ്ഷൻ എ മോപ്പഡ്, ഓപ്ഷൻ ബി ഇലക്ട്രിക് വാഹനങ്ങൾ, ഓപ്ഷൻ സി 25 കിലോവാട്ടിന് താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ, ഓപ്ഷൻ ഡി CNG വാഹനങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി 25 കിലോവാട്ടിന് താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ.
30ാമത്തെ ചോദ്യം, കാൽനട യാത്രക്കാർ റോഡിന്റെ ഡാഷ് വശത്തു കൂടിയാണ് നടക്കേണ്ടത്? ഓപ്ഷൻ എ വലത്, ഓപ്ഷൻ ബി ഇടത്, ഓപ്ഷൻ സി നടുവിൽ, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ ഒന്നും ബാധകമല്ല. ഉത്തരം ഓപ്ഷൻ എ വലത്. കാൽനട യാത്രക്കാർ റോഡിന്റെ വലതുവശത്തു കൂടിയാണ് നടക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.